പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സൻസ് മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എൻ്റെ പേര് റസിയ, എൻ്റെ ഹസ്ബൻ്റെ പേര് അനീഷ് ഹനീഫ, എൻ്റെ മൂത്ത മകൻ്റെ പേര് അഫ്സൽ, ഇളയ മകൻ്റെ പേര് ആദിൽ. കുടുംബമായി കർത്താവിനെ ആരാധിപ്പാൻ ദൈവടിയങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ഇബ്രാഹീമിൻ്റെയും സൈനവയുടെയും 3 മക്കളിൽ മൂത്ത മകളായി ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ വിവാഹശേഷമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഭാഗ്യമൊരുക്കിയത്. ഞാൻ ജനിച്ച സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും ബൈബിളിന് അനുകൂലമല്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശുക്രിസ്തു എന്നും മുസ്ലിങ്ങളുടെ ദൈവമാണ് അള്ളാഹു എന്നും മറ്റു മതത്തിലെ വിശ്വസിക്കുന്ന അവരവരുടെ മതത്തിൽ ഓരോ ദൈവങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടതുകൊണ്ട്, പേർ ചൊല്ലി വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായ ദൈവം നിൽപ്പാൻ കുടുംബമായി ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാൻ ജനിച്ച സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും ഒരു മുസ്ലിം മതത്തിലായിരുന്നു കൊണ്ടും ആ മതാചാരം ആചരിച്ച 5 നേരം നിസ്കരിച്ച മദ്രസയിൽ പോയി പഠനം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വിവാഹശേഷം എനിക്കൊരു യൂട്രസ് സംബന്ധമായ ഒരു അസുഖമുണ്ടാകുകയും പല ഹോസ്പിറ്റലിൽ, പല പള്ളികളിൽ, പല അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഒരു വിടുതലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഈവാഞ്ചലിക്കൽ സഹോദരിയുടെ TV-യിൽ കൂടെ കണ്ട ടെസ്റ്റിമോണിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു സാക്ഷിയായി നിൽക്കുന്നത്. എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖമുണ്ടായ സമയത്ത് ഞാൻ പലയിടത്തും ഓടിക്കയറി എനിക്കൊരു വിടുതലിനായി പല അമ്പലങ്ങളിൽ കയറി പൂജകൾ ചെയ്തു. മുസ്ലിം പള്ളികളിൽ പോയി പല നേർച്ചകൾ, കാഴ്ചകൾ, പട്ടുകൾ എല്ലാം കൊടുത്തു. അവിടെ എങ്ങും എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരി ആ സഹോദരിയുടെ വീട്ടിൽ ആ സഹോദരി എന്നും രാവിലെ ഒന്നെങ്കിൽ ഹാർവസ്റ്റ് അല്ലെങ്കിൽ പവർ വിഷൻ ഇങ്ങനെ TV-യിൽ ചാനൽ ഓപ്പൺ ആക്കും. എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ TV-യിൽ കൂടെ അഭിഷിക്തന്മാരുടെ മെസ്സേജുകൾ കേൾക്കാം. എന്നാൽ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശുക്രിസ്തു എന്നും ക്രിസ്ത്യാനികൾക്കുള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ഇത് കേൾക്കുമ്പോൾ വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ വേണ്ടി ഈ ചേച്ചിയുടെ മുറ്റത്തൂടെ കടന്നു പോവുകയും കുഞ്ഞുങ്ങളെ സ്കൂളിൽ ആ ജീപ്പിൽ കയറ്റി വിട്ടിട്ട് തിരികെ കടന്നു വരുമ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിൽ ഇരിക്കും. എപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്, അതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കും. എന്നും ഹാർവസ്റ്റോ പവർ വിഷനോ TV-യിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ സഹോദരിയുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. എന്നാൽ ഒരു ദിവസം ഞാൻ ഹാർവസ്റ്റിൽ ഒരു ദൈവിക അഭിഷിക്തൻ്റെ മെസ്സേജ് കാണുകയും ഞാൻ നോക്കുമ്പോൾ അനേകർ വീൽ ചെയറിൽ വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു, ഇവരൊക്കെ കള്ളന്മാരാ, ചുമ്മാ ആൾക്കാരെ മതത്തിൽ കൂട്ടാനുള്ളവരാ. ബെന്തിക്കോസുകാരോട് എത്ര പറഞ്ഞാലും അവർ വീണ്ടും വീണ്ടും വീട്ടുകളിൽ കയറി വരും. എങ്ങനെയുള്ള നമ്മൾ ബെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ പലരും പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത് കൊണ്ട് പല ചിന്തകൾ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ഞാൻ ഈ അഭിഷിക്തൻ്റെ മെസ്സേജ് TV-യിൽ കാണുമ്പോൾ അനേകർ വീൽ ചെയറിൽ സ്തോത്രം വരികയും തിരിച്ചു പോകുമ്പോൾ ഇവർ ഈ വീൽ ചെയർ എടുത്ത് കയ്യിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കള്ളത്തരമാണ്, ആൾക്കാരെ മതത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇതെല്ലാം ആൾക്കാരെ കൊണ്ട് ഇവർ രോഗസൗഖ്യം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ ആൾക്കാരെ കൂട്ടാൻ എന്നുള്ളൊരു ചിന്തയായിരുന്നു. സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ആരോ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, നീ ഒരു ബൈബിൾ വാങ്ങിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ബൈബിൾ വാങ്ങി ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അപ്പോൾ തൂത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് ബൈബിള്. ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എനിക്കൊരു ബൈബിൾ തരാം. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ബൈബിൾ ഇരിപ്പുണ്ട്. വേഗത്തിൽ ആ ചേച്ചി എനിക്കൊരു ബൈബിൾ എടുത്തു തന്നു. ഞാൻ ഈ ബൈബിൾ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഈ ബൈബിൾ വാങ്ങിക്കൊണ്ട്
വീട്ടിൽ ചെന്നിട്ട് കതകുകളെല്ലാം അടച്ചു. കാരണം ഞാൻ ജനിച്ച സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും ബൈബിളിന് അനുകൂലമല്ലാത്തത് കൊണ്ടും ഞാൻ നിൽക്കുന്ന സമൂഹം മുസ്ലിം സമൂഹത്തിലായതുകൊണ്ടും എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ കതകെല്ലാം അടച്ച് ഞാൻ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ആ TV-യിൽ കണ്ടത്, സ്തോത്രം, സത്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ അസുഖത്താൽ ഭാരപ്പെടുകയായിരുന്നു ആ സമയത്ത്, ഇപ്പോൾ ആ TV-യിൽ കണ്ടത് സത്യമാണെങ്കിൽ എൻ്റെ അസുഖത്തെ മാറ്റണമേ എന്ന് പറയുന്ന നിമിഷം തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ആ മിനിറ്റ് തന്നെ എനിക്കൊരു സൗഖ്യം ദൈവത്തിൽ നിന്ന് ലഭിച്ചു. സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രാർത്ഥനയുടെ മിടുക്കൊണ്ടല്ല, പ്രാർത്ഥനയുടെ കഴിവുകൊണ്ടല്ല. എനിക്ക് യേശുവിനെ കുറിച്ച് ആഴമായി ഒന്നും അറിയത്തില്ല. ഞാൻ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാ യേശു ജനിച്ചതിന് അന്ന് ഞാൻ ജനിച്ചു എന്നല്ലാതെ യേശു എൻ്റെ രക്ഷകനാണെന്നോ യേശു എനിക്ക് സൗഖ്യം തരുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ ആ TV-യിൽ കണ്ടത് സത്യമാണെങ്കിൽ എൻ്റെ അസുഖത്തെ മാറ്റണമേ എന്ന് പറയുന്ന നിമിഷം തന്നെ എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്ന എനിക്കൊരു അനുഭവം ഉണ്ടായി. കർത്താവ് ആ നിമിഷം തന്നെ എനിക്കൊരു സൗഖ്യം തന്നു. സ്തോത്രം. പിന്നീട് ഞാൻ ദൈവിക വചനങ്ങൾ ആദ്യം ഉൽപ്പത്തിയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കുറേ പേരുകളും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഈ സഹോദരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട്, ചേച്ചി എനിക്കിത് പറഞ്ഞു തരാമോ എന്നൊക്കെ ചേച്ചി അറിയാവുന്നത് പറഞ്ഞു തരും. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനം ഉണ്ടാകാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത സ്വസ്ഥതയായി എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഉറക്കമുണ്ടായി. സ്തോത്രം. എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ദൈവിക വചനം വായിക്കുമ്പോൾ സ്തോത്രം എനിക്കുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഈ ബൈബിള് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യമൊക്കെ, സ്തോത്രം, സത്യമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് ബൈബിളിലെ ആദ്യം ബാക്കി ഉൽപ്പത്തി ഏതാ, പുറപ്പാട് ഏതാ, ഇത് ആരാ എഴുതിയേ, ഇതെന്തിനാ എഴുതിയതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ എനിക്ക് സൗഖ്യം തന്ന് ഞാൻ കർത്താവിനെ വിശ്വസിച്ചു. അപ്പം ഞാൻ ബൈബിൾ എടുത്തിട്ട് ആദ്യം ഞാനിങ്ങനെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് ഇടപെടണമേ എന്നിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നെ ഓരോ ദിവസവും ബലപ്പെടുത്തി. അങ്ങനെ ഞാൻ വളരെ പ്രയാസത്തോടെ, ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലാണ്, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ്, ഒരു ക്യാഷ്യറായി വർക്ക് ചെയ്യുകയാണ്, തികഞ്ഞ മദ്യപാനിയാണ്, കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്തോത്രം, സ്വസ്ഥതയില്ല. എന്നാൽ പൈസയൊക്കെ വീട്ടിലേക്ക് അയച്ചു തരും, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് സമാധാനമില്ല, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതാണ് മെയിനായിട്ട് എനിക്ക് കർത്താവിലേക്ക് വന്നപ്പോഴാണ് ഈ സ്നേഹം എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലായത്. കാരണം ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത് സ്തോത്രം, ഒരു 23 വയസ്സ് അല്ലെ 25 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് 19 വയസ്സ് വിവാഹം അതൊക്കെ കഴിഞ്ഞ് ഒരു പ്രായമാകുമ്പോഴത്തേന് സ്തോത്രം കുടുംബ ജീവിതത്തിലേക്ക് മാതാപിതാക്കൾ മക്കളെ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവരുടെ കാര്യമില്ല, ദൈവത്തെ അറിയാതെ ജാതികളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞവരുടെയും വിവാഹം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കുടുംബ ജീവിതം എന്താണെന്നോ കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം എന്തുവാണെന്നോ ഒന്നും പലപ്പോഴും എൻ്റെ ജീവിതത്തിനകത്ത് അതെനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് കുടുംബ ജീവിതത്തിൻ്റെ മഹത്വവും കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നതും ആ വഴിയിലേക്ക് നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായി. അത് പ്രധാനമായ കാരണം ഞങ്ങളുടെ കുടുംബ ജീവിതം തകർന്ന കുടുംബ ജീവിതമായിരുന്നു. എന്നാൽ കഴിക്കാനില്ല കുടിക്കാനില്ല എന്നുള്ളതല്ല. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഏതാന്ന് ചോദിക്കും, തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല, പരസ്പരം താഴ്മ ധരിക്കാൻ കഴിയുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല, കുടുംബ ജീവിതത്തിന്റെ മഹത്വം വെളിപ്പെടാൻ കഴിയുന്നില്ല, കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം എന്തുവാന്ന് വെളിപ്പെടുന്നില്ല, കുടുംബ ജീവിതം എന്തിനാണ് ദൈവം തന്നതെന്നുള്ളൊരു വെളിപ്പെടുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ സാത്താൻ കുതന്ത്രമായി എൻ്റെ
കുടുംബത്തിനകത്ത് ദൈവം കൂട്ടിച്ചേർത്ത ഭർത്താവ്, ദൈവം തന്ന മക്കൾ. ആമീൻ. എന്നാൽ ആ മക്കൾ ആരെന്ന്, അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയത്തില്ല, അവരെ എങ്ങനെ പോറ്റിപ്പുലർത്തണമെന്ന് എനിക്കറിയത്തില്ല, അവരെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ആമീൻ. എൻ്റെ ഭർത്താവിനെ എനിക്ക് എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഭർത്താവിനെ എങ്ങനെ കരുതണമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഭർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ കീഴ്പ്പെടണമെന്ന് എനിക്കറിയത്തില്ല. ആമീൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ജാതീയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ വിചാരങ്ങൾക്കും എൻ്റെ സാമർഥ്യത്തിനും ആമീൻ കീഴ്പ്പെടാൻ ആമീൻ തയ്യാറാകാതെ എൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിക്കുക. ഇന്ന് പല കുടുംബത്തിനകത്തും അങ്ങനെയാണ്. കുടുംബജീവിതം തകരുന്നതിൻ്റെ പ്രധാന കാരണം ആമീൻ ഒരു സോറി പറയേണ്ട സ്ഥാനത്ത് നമുക്കൊരു സോറി പറയാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണ് ചോദിച്ചാൽ, ദൈവം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനിയാണ്. ആമീൻ. ഒരു കസാറ വീട്ടിലില്ല, ഒരു മൊബൈൽ വീട്ടിലില്ല. ആമീൻ. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ആഹാരമെല്ലാം വലിച്ചെടുത്തെറിയും. ആമീൻ. ആമീൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ വഴക്കുണ്ടാക്കും. കാരണം എനിക്ക് അവരെ കരുതാനോ സ്നേഹിക്കുവാനോ കഴിയത്തില്ല. ഞാൻ ഇന്ന പോലെ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, പലപ്പോഴും ഞാൻ ജീവിതത്തിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. എൻ്റെ വിവാഹശേഷം എൻ്റെ അമ്മായിയമ്മ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. സ്തോത്രം. അന്ന് എൻ്റെ കല്യാണം എൻ്റെ 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സിലേക്ക് കടക്കുന്ന ആ പ്രായം. ആ പ്രായത്തിൽ അതിൻ്റെ പക്വത കുറവ്. സ്തോത്രം. ഞാൻ ജനിച്ച സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും ഒക്കെ ഒരു സാമ്പത്തിക മേഖലയുള്ള കുടുംബത്തിനകത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞാൽ സ്തോത്രം കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സീതക്കുഴി, എൻ്റെ ഹസ്ബൻഡ് സീതത്തോടുകാരനാണ്. സീതക്കുഴി എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മ, സ്തോത്ര അമ്മായിയമ്മ എന്ന് പറയുന്നതിന് പ്രധാന കാരണം മനസ്സിലാകാൻ വേണ്ടിയാണ്. എൻ്റെ അമ്മ മലയിൽ കയറി പോച്ചയെ പറിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴും ഞാൻ രാവിലെ മുതൽ വൈകോളം തലേ തുണിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ വിളിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഈ അമ്മ മലയിൽ പോയിട്ട് തിരികെ വരുമ്പോഴും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വൈരാഗ്യം, സ്തോത്രം. പക്ഷെ നമ്മൾ ജനിച്ച സാഹചര്യത്തിലും ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെയുണ്ട്. നമ്മളെ അപ്പൻ അമ്മമാർ അല്ലെങ്കിൽ അവരെ വളർത്തിയ സാഹചര്യം വെച്ച് അവരൊരു ജോലി ചെയ്യാനോ അവർ മടിച്ചിയായി തീർന്നു. സ്തോത്രം. അപ്പോൾ അവർ മലയിൽ കയറി ഈ പശു കൊണ്ടന്ന് പശുവിന് പോച്ചയുമായിട്ട് തിരികെ കടന്നു വരുമ്പോൾ ഈ ആഹാരം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അന്ന് അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള കഴിവില്ല. പക്ഷെ ഇന്ന് ഞാനൊരമ്മയായിരിക്കുമ്പോൾ, 2 കുഞ്ഞുങ്ങളുടെ മാതാവായിരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എപ്പോഴും ആ ഒരു കാര്യം, ആ വീട്ടിൽ കലക്കമുണ്ടാകുമ്പോൾ, ഇടർച്ച അമ്മായും ഞാനുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ, നിസ്സാര കാര്യങ്ങൾ ജോലി ചെയ്യാൻ സ്തോത്രം വഴക്കുണ്ടാക്കുമ്പോൾ, തമ്മിൽ കലക്കമുണ്ടാക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇതിനെ തിരിച്ചറിവ് വന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. സ്തോത്രം. ഇത് ഞാൻ പറയാൻ കാരണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും അളവ് കൂടാതെ വന്നാലേ ഒരു ശുദ്ധീകരണവും ഒരു പാപബോധവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് വചനത്തിലൂടെ മനസ്സിലായി. ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ ലോകം തകർച്ചയിലേക്കും കുടുംബജീവിതം തകർച്ചയിലേക്കും പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായി ക്രിസ്തു ഉള്ളിൽ വരാത്തത് കൊണ്ട്. എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇന്ന് ഞാൻ എൻ്റെ മാതാവിനെ കരുതുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ആ പരാജയപ്പെട്ടെടുത്ത് നികത്തുവാൻ ഞാൻ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരു ദാഹത്തോടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നുള്ള ആ ആത്മീക പക്വതയോ ഒരു കഴിവോ ഞാനെന്ന ഭാവമോ അവർ വേണേ ചെയ്യട്ടെ.
ആമീൻ സ്തോത്രം. അവർക്ക് കഴിക്കാനല്ലേ, അവർ വേണേ ചെയ്യട്ടെ, ഞാൻ ഇങ്ങോട്ട് മാറി. ഇന്ന് പല കുടുംബത്തിനകത്ത് എന്താ ഇതിന് കാരണം? അമ്മ അല്ലെ എൻ്റെ അമ്മായിയമ്മ എന്നുള്ള ഞാൻ അമ്മായിയമ്മയായി കാണുക, അതൊരു അമ്മയായി കാണാൻ എനിക്ക് കഴിയുന്നില്ല. കുടുംബത്തിൽ അത്ത എന്നുള്ളത് അല്ലെ അപ്പൻ എന്നുള്ള സ്ഥാനത്തിൽ അത് മറ്റൊരപ്പനല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ അപ്പനല്ലയോ എന്നുള്ളൊരു കാഴ്ചയിലേക്ക് പോവുക. ആമീൻ. ഭർത്താവിൻ്റെ സഹോദരൻ എന്നുള്ളതോ അത് ഭർത്താവിൻ്റെ സഹോദരനല്ലേ, എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ ഇതെല്ലാം പോകുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെയോ നിങ്ങളുടെയോ കുഴപ്പമല്ല. എന്നെയും നിങ്ങളെയും അതായത് പൈശാചിക മേഖലക്കകത്തൂടെ ദൈവത്തെ അറിയാത്ത ആ ജാതീയ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ, സ്വന്തം സ്വാർത്ഥത, അവിടെ സ്വാർത്ഥതയോ അവർ വേണേ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർക്കല്ലേ വേണ്ടത് എന്നുള്ള ഒരു മനോഭാവത്തിൽ വന്ന് അവർ വേണേ ചെയ്യട്ടെ, അവർ പറയും ഇവർ വേണേ അവൾ വേണേ ചെയ്യട്ടെ, അവളും ഇങ്ങോട്ട് ചുമ്മാ അവിടെ ഇരിക്കുമല്ലേ. അപ്പൊ ഇങ്ങനെ തമ്മിൽ സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത്. ഇന്ന് അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് രക്ഷപ്പെടണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ നന്നായി സ്നേഹിക്കണം, ഭാര്യയെ നന്നായി സ്നേഹിക്കണം, മക്കളെ നന്നായി സ്നേഹിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു ക്രിസ്തു എന്ന വ്യക്തി വരണം. ആമേൻ. യേശു ക്രിസ്തു എന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വന്നാൽ, യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നാൽ, നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് മാറ്റി മറിക്കാൻ കഴിയും. ദൈവം നമ്മുടെ കണ്ണുകളെ തന്ന, കാലുകളെ തന്ന, ശരീരത്തെ തന്ന, അസ്ഥിയെ തന്ന, നാഡി നരമ്പിനെ തന്ന, അവയവത്തെ തന്ന ആ ദൈവത്തെ പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല, കണ്ടെത്താറുമില്ല. എന്നാൽ ദൈവം എനിക്ക് അതിനൊരു അവസരം ഒരുക്കി തന്നു. സ്തോത്രം. അങ്ങനെ എൻ്റെ കുടുംബജീവിതം ആകെ തകർന്ന ജീവിതമായിരുന്നു. സ്തോത്രം. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ, കുറവശങ്ങളെ, സ്തോത്രം, പരാജയങ്ങളെ, ഇതൊക്കെയായിരുന്നു സമയം. കാരണം എനിക്ക് നമ്മൾ ജാതീയനായി ജീവിക്കുമ്പോൾ ആവശ്യമില്ലാതെ മൊബൈൽ കണ്ട്, ആവശ്യമില്ലാതെ നടന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിനകത്ത് ബൈബിൾ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം അന്നു മുതലാണ് ഉണ്ടായത്. വീണ്ടും ഞാൻ അടുത്ത വിഷയം പ്രാർത്ഥിച്ചത്, ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചു, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതെന്താണ്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് യഥാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയും, ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും, സഭയെ സ്നേഹിക്കാൻ കഴിയും, കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ കഴിയും. പക്ഷേ ഞാൻ മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് യഥാർത്ഥമായി എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എന്നിൽ നിന്ന് വെളിപ്പെട്ടത് സ്നേഹമല്ല, കപട സ്നേഹമായിരുന്നു. കാരണം ദൈവം സ്നേഹമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല. അതായത് വാസ്തവമായി ഒരു സ്നേഹം, ദൈവം സ്നേഹമാണെന്ന് പറയുന്നു. എന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വെളിപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്നേഹത്തിനൊരു നിഗളനമില്ല, ആ സ്നേഹത്തിനകത്തൊരു കലക്കമുണ്ടാകത്തില്ല. അയോഗ്യമായി, കണ്ടോ, യോഗ്യമല്ലാത്ത രീതിയിൽ സ്നേഹമുണ്ടെങ്കിൽ, ക്രിസ്തു ഉണ്ടെങ്കിൽ നടക്കാൻ കഴിയത്തില്ല. എൻ്റെ ഭർത്താവിനെ എനിക്ക് ചതിക്കാൻ കഴിയത്തില്ല, എൻ്റെ മക്കളെ എനിക്ക് ചതിക്കാൻ കഴിയത്തില്ല, എൻ്റെ സഭയെ എനിക്ക് ചതിക്കാൻ കഴിയത്തില്ല, എൻ്റെ കൂടപ്പറപ്പുകളെ എനിക്ക് ചതിക്കാൻ കഴിയത്തില്ല, എൻ്റെ ദേശത്തോട് എനിക്ക് ചതി ഉണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം എന്നാ? ക്രിസ്തു സ്നേഹമാണ്. സ്നേഹം ഒരിക്കലും നിഗളിക്കത്തില്ല, സ്നേഹം കലഹിക്കത്തില്ല, സ്നേഹം അയോഗ്യമായി നടക്കത്തില്ല. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ അയോഗ്യമായി നടക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്യമാണ്, സ്നേഹം എല്ലാം പൊറുക്കുന്നു. കണ്ടോ? അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. അപ്പോൾ എല്ലാം പൊറുക്കുവാൻ കഴിയും. ഒരുവന്റെ കുടുംബത്തിനകത്തോ യഥാർത്ഥമായി ദൈവമുണ്ടെങ്കിൽ പൊറുക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. അവിടെ പകയില്ല, പിണക്കമില്ല, ജാരശങ്കയില്ല, കോപമില്ല, ക്രോധമില്ല, അഹങ്കാരമില്ല. കാരണം ദൈവം സ്നേഹമാണ്.
ആമീൻ, ദൈവം സ്നേഹമാണെന്ന് പറയാൻ പ്രധാനമായ ഒരു ഉദാഹരണമുണ്ട്. ആ സ്നേഹമായ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തെ അറിഞ്ഞ്, എൻ്റെ അഹങ്കാരത്തെ അറിഞ്ഞ്, എൻ്റെ നിഗളനത്തെ അറിഞ്ഞ്, എൻ്റെ കുറവുകളെ അറിഞ്ഞ്, എൻ്റെ താഴ്മയില്ലായ്മ അറിഞ്ഞ്, ആമീൻ, എന്നെ കർത്താവ് തേടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അതാ എല്ലാം പൊറുക്കുന്നു. യേശു എല്ലാം പൊറുത്തു, എല്ലാം ക്ഷമിച്ചു. ആമീൻ എന്ന് കാൽവറിയിൽ എനിക്ക് വേണ്ടി. അതാണ് ദൈവം പാപത്തെ ക്ഷമിക്കുന്നവനാണ്. ദൈവം ശാപത്തെ മാറ്റുന്നവനാണ്. ദൈവം സൗഖ്യം തരുന്നവനാണ്. ആമീൻ, ദൈവിക വഴിയിൽ കൂടെ ഇന്ന് രാത്രിയിൽ പകൽക്കാലവും ഞാനും നിങ്ങളും ആമീൻ നടക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ദൈവസ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, എനിക്ക് ദൈവം പരിജ്ഞാനം തന്നു, വിവേകം തന്നു. തെറ്റുകളെ ദൈവാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചു, കുറവുകളെ ചൂണ്ടിക്കാണിച്ചു. സ്തോത്രം. നമ്മൾ പലപ്പോഴും സഹോദരിമാര് കൂടുതലും ഭവനത്തിലകത്തിരിക്കുമ്പോൾ പലപ്പോഴും അവർ ദൈവ കുടുംബ വിഷയമായി, ആമീൻ, അല്ലെങ്കിൽ കുടുംബ വഴക്കുകൾ, അല്ലെങ്കിൽ ഒത്തിരി നേരം, ആമീൻ, പരിശുദ്ധാത്മാവ് അതിനെ ഓർപ്പിക്കുന്നുണ്ട്. മൊബൈലുകൾ, ആമീൻ, പല കോളുകൾ വിളിച്ച് അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അപ്പുറത്ത് പറഞ്ഞു. ആമീൻ, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ, ആമീൻ, എൻ്റെ വീട്ടിലുള്ള വീട്ടുകാർ തന്നെ അവരത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടെൻഷനാ. ഇവരൊന്നിച്ചു കൂടിയിരുന്ന നമ്മൾ സംസാരിക്കും, ഒന്നിച്ചു കൂടിയിരുന്ന ചിലപ്പോൾ 4 സഹോദരിമാരായിരിക്കാം. ഈ 4 സഹോദരിമാർ കൂടിയിരുന്നിട്ട് ഒന്നിച്ച് സംസാരിച്ചിട്ട് ഒരു സഹോദരി, ആമീൻ, സംസാരമെല്ലാം കഴിഞ്ഞിട്ട് ഫോൺ കോൾ വിളിച്ചിട്ട് പറയും, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വൈരാഗ്യമുണ്ടാകും. ജാതീയ പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് മാറും. പിന്നെ നമുക്ക് ചിലപ്പോൾ സങ്കടമുണ്ടാകും, അയ്യോ നമ്മുടെ കൂടെ നടന്നിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിനകത്ത് സാത്താൻ കിടന്ന്, ആമീൻ, വിളയാടുകയാണ്. ജീവിതത്തിന്റെ അസ്വസ്ഥതകളായി, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കുടുംബ തകർച്ചയിലേക്ക് പോയി ആ വ്യക്തിയോട് വൈരാഗ്യമുണ്ടായി. പിന്നെ ആ വ്യക്തിയെ 4 പേരുടെ മുമ്പിൽ നമ്മൾ അപമാനിക്കുവാൻ വേണ്ടി നമ്മൾ സ്വയമേ ശ്രമിക്കുന്ന അവസ്ഥ വരും. എന്താ കാരണം? ഇതെല്ലാം കാരണം ദൈവമില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥമായി ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥമായി ഒരുവന്റെ ഉള്ളിൽ വന്നാൽ, ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ സമയമെടുക്കത്തില്ല. ആമീൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയം നോക്കത്തില്ല. ജയിച്ച ക്രിസ്തുവിനെ നമ്മൾ നോക്കും. എന്നാൽ ഇക്കാലഘട്ടത്തിൽ മനുഷ്യർ പരാജയപ്പെട്ട വ്യക്തിയെ നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അത് കണ്ടില്ലേ? സ്തോത്രം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ വിശ്വാസത്തിൽ വന്നു എന്ന് പറയുന്നല്ലോ, നിങ്ങൾ നോക്കി അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, അതുകൊണ്ട് അവിടെ അത് നടക്കുന്നല്ലോ, ഇവിടെ ഇത് നടക്കുന്നല്ലോ. അപ്പം ഞാൻ അവരോട് പറയും, ഞാൻ പരാജയപ്പെട്ടവരുടെ പുറകെ അല്ല, വിജയിച്ച ഒരു ക്രിസ്തു എനിക്കുണ്ട്. മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, കല്ലറകളെ തകർത്ത് വീണ്ടും വരാം, എന്നെ ചേർക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത് ക്രിസ്തുവാണ്. ആ യേശുവിൻ്റെ വരവിനായി ഞാൻ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏത് പരാജയപ്പെട്ട വ്യക്തിയെ നോക്കാനും ക്രിസ്തു എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് അങ്ങനെ ആരെങ്കിലും പരാജയപ്പെട്ടവരുടെ സ്തോത്രം നോക്കി, ചർച്ചിൽ പോകാതെ, പ്രാർത്ഥനയ്ക്ക് പോകാതെ, തിരിഞ്ഞ് സ്തോത്രം വന്ന മതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്തോത്രം ഇതിൽ ഭാഗ്യം, നിങ്ങൾ ഹതഭാഗ്യന്മാരാന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള വ്യക്തിയോട്, നിങ്ങളൊരു സഭയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി, ആരാധിക്കാൻ പോയ വ്യക്തിയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തിക്താനുഭവങ്ങൾ പലതിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ വിജയിച്ച ക്രിസ്തുവിനെ നോക്കാതെ, പരാജയപ്പെട്ട വ്യക്തിയെ നോക്കി, വിളിച്ച ദൈവത്തെ മറന്ന്, വിളിച്ച ദൈവം ക്രിസ്തുവാണ്, വേറെ മനുഷ്യരാരുമല്ല.
അപ്പോൾ പരാജയപ്പെട്ടവരെ നോക്കാതെ വിജയിച്ച ആമീൻ ക്രിസ്തുവിൻ്റെ വചനം 66 പുസ്തകത്തിൽ തന്നിട്ടുള്ളത് വായിച്ച് ആമീൻ വിജയിച്ച വ്യക്തിയെ നോക്കി വിജയിച്ച വ്യക്തി പറയുന്നത് അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആമീൻ വിജയിച്ച ക്രിസ്തുവിനെ നോക്കി ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ നിത്യതയിൽ ഞാനും നിങ്ങളും കാണും. അപ്പോൾ ഇന്ന് പകൽക്കാലം വിജയിച്ച വ്യക്തിയെ നമ്മൾ നോക്കണം. പരാജയപ്പെട്ടവരുടെ പുറകെ പോകരുത്. പരാജയപ്പെട്ടവരുടെ പുറകെ പോയി നിത്യത നഷ്ടപ്പെടുത്തരുത്. പരാജയപ്പെട്ടവരുടെ പുറകെ പോയി സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തരുത്. വിജയിച്ച ക്രിസ്തു ഉണ്ട്. അതാണ് വിജയിച്ച ക്രിസ്തുവാണ് ഞങ്ങൾ പറയുന്ന നസറനായ യേശു ക്രിസ്തു. നസറനായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവറിയിൽ ഊറ്റി തന്ന ആമീൻ ദൈവം, ആമീൻ സ്തോത്രം, നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം. നമ്മൾ പലയിടത്തും പോവുമല്ലോ. നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഞാൻ പല അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരിക്കലും ഹിന്ദു ആകാനല്ലായിരുന്നു. പലയിടത്തും ഞാൻ മുസ്ലിം ആമീൻ പല പള്ളികളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പല സ്തോത്രം മണറുകാട് പോയി കാലും കൈയും വെച്ചിട്ടുണ്ട്. സ്തോത്രം അവിടെ പോയി കാലും ആമീൻ പള്ളിയിൽ പോയി കാല് വെച്ചാലും കൈ വെച്ചാലും അനുഗ്രഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മണറുകാട് പള്ളിയിൽ പോയി എൻ്റെ മൂത്ത മോന് തൊണ്ടയ്ക്കൊരു വീക്കമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ സ്തോത്രം, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു. ഈ കുഞ്ഞിനെ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി സ്തോത്രം അവിടുന്ന് നേർച്ച കിട്ടുന്ന പൈസ കൊണ്ട് കാലും കൈയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തേക്കാം, ഈ തൊണ്ടയുടെ അസുഖം മാറണമേ എന്ന് പറഞ്ഞ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ഒരിക്കലും ക്രിസ്ത്യാനി ആകാനുള്ള രീതിയിലല്ല പോകുന്നത്. ആമേൻ. നമ്മൾ എല്ലാവരും പോകുന്നത് അവരവരുടെ കാര്യം നടക്കാനാണ്. ഒരിക്കലും സ്തോത്രം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകണം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കണം, ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് പലരും സ്തോത്രം പലയിടത്തും പോകുന്നത്. അവരൊരിക്കലും മതത്തിൽ ചേരാൻ, മതത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനി ഒരു മതമാണ്, മുസ്ലിം ഒരു മതമാണ്, അല്ലെങ്കിൽ സ്തോത്രം ഹിന്ദു അതൊരു മതമാണ്. മതം എന്ന് പറയുന്ന ഒരു അഭിപ്രായം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മതമാണ്. പക്ഷെ എല്ലായിടത്തും പോകുമ്പോൾ അവർ പോകുന്നത് മതം മാറാനല്ല. സ്തോത്രം, അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയിലൂടെ പോകുന്നത്. അതുപോലെ ഞാൻ വളരെ തുറന്നു പറയാം, യേശു എന്നെ സൗഖ്യമാക്കി, സത്യമായ കാര്യം എന്നെ വിടുവിച്ചു. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ദൈവ പൈതലായി തീരുവെന്ന്. ആമീൻ. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത പ്രാർത്ഥിച്ച് എനിക്ക് സമാധാനം തന്നു, എനിക്ക് സ്വസ്ഥത തന്നു. അപ്പോഴും എനിക്ക് സൗഖ്യം തരുമ്പോഴും ദൈവമക്കളെ ഞാൻ പറയാം, ഞാൻ വിചാരിച്ചില്ല രക്ഷകനാണെന്ന്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന യേശു രക്ഷകനാണെന്ന്. എനിക്ക് ഈ സൗഖ്യം തന്നപ്പോൾ ഞാൻ മർത്തോമക്കാരോടും ഓർത്തഡോക്സുകാരോടും കനോനക്കാരോടും ഒക്കെ ഇപ്പോഴാണ് എനിക്ക് സുവിശേഷം എന്ന് പറയാൻ അറിയാം. ഇത് സുവിശേഷമാ, യേശുവിനെ കുറിച്ച് മറ്റൊരു വ്യക്തിയോട് പറയുന്നത് സുവിശേഷമാണെന്ന് ഇപ്പോൾ ദൈവിക വചനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. അന്ന് എനിക്ക് സുവിശേഷമാണെന്ന് അറിയത്തില്ല. അപ്പൊ ദൈവം എനിക്ക് സൗഖ്യം തന്നപ്പോൾ ഞാൻ ഈ എല്ലാവരോടും പറയുന്നത്, എൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ തകർന്നു കിടക്കുക, അവർക്കൊന്നും ഒരു വിടുതലില്ല, ഒരനുഗ്രഹമില്ല. അപ്പം ഞാൻ അവരോടെല്ലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അസുഖം ഈ ടി വിയിൽ കൊണ്ട് കണ്ട അഭിഷിക്തൻ്റെ ഇതിൽ നിന്നാണ് മാറിയത്, നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവർക്കെല്ലാം ഒരു അത്ഭുതമായി തോന്നി. കാരണം ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഈ മർത്തോമക്കാരോടും ഓർത്തഡോക്സുകാരോടും കനാനക്കാരും അവർക്കില്ലാത്തൊരു വിശ്വാസം. അവർ പ്രാർത്ഥിച്ച് അവരപ്പോൾ പറയുക, കുഞ്ഞ് നീ മുസ്ലിമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നതെന്ന്. ചുമ്മാ അങ്ങനെ വിചാരിക്കല് കേട്ടോ. മർത്തോമക്കാരൻ എന്നൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും ഓർത്തഡോക്സുകാരൻ വ്യക്തി പ്രാർത്ഥിച്ചാലും സ്തോത്രം ഹല്ലേലൂയ, ഏത് വ്യക്തി പ്രാർത്ഥിച്ചാലും ആ വ്യക്തിക്ക് അന്യഭാഷ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിക്കല്. ദൈവം ബെന്തിക്കോസുകാരുടെ ദൈവം മാത്രമാണെന്ന് ഞാൻ തുറന്ന് പറയുന്നതിൻ്റെ കാരണം ചില ചിന്തകൾ മനുഷ്യർക്കുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരി നിങ്ങൾ മുസ്ലിമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോണ്ടാ ഇങ്ങനെ നിങ്ങൾ പറയുന്നത്. അല്ല, സ്തോത്രം, ദൈവം എന്നെ വിടുവിച്ചപ്പോൾ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ആമീൻ. ദൈവം ആരെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു.
ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആമീൻ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, സഹോദര സഹോദരി, നീ രാവിലെ 8 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്താലേ ശമ്പളം ലഭിക്കൂ. അപ്പോൾ 1 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയോട് ആ ജോലിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. 10 വർഷം ജോലി ചെയ്ത ആ വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം എന്നാ, ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവൻ്റെ എക്സ്പീരിയൻസ് ദൈവമായിട്ട് കിട്ടൂ. 5 മണിക്കൂർ ദൈവമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ 5 മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. അത് മുസ്ലിമായി ഞാൻ വന്നതുകൊണ്ടല്ല, ദൈവത്തെ ആഴമായി ഞാനും നിങ്ങളും അറിയാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മുഖപക്ഷമില്ല എന്ന്. സ്തോത്രം. മുഖപക്ഷമില്ലാത്ത ദൈവമായതുകൊണ്ട് മുസ്ലിമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ വിളിച്ചാലും, ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ വിളിച്ചാലും, ക്രിസ്ത്യാനി എന്ന് രക്ഷിക്കപ്പെട്ടവർ വിളിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ക്രിസ്തു ഇറങ്ങും. കാരണം കർത്താവ് പറഞ്ഞ മാനവ കുലത്തെ രക്ഷിപ്പാനാണ് കർത്താവ് ഇവിടെ വന്നത്. സ്തോത്രം. അപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, കർത്താവിന് മുഖപക്ഷമില്ല, പക്ഷെ വിളിക്കേണ്ട പോലെ വിളിക്കണം. സ്തോത്രം. അതാണ് ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അടുത്ത പ്രാർത്ഥന ദൈവത്തോട് വെച്ചു, കർത്താവായ യേശുവേ, ആമീൻ, നീ എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരാൻ കഴിയത്തില്ല, എൻ്റെ ഹസ്ബൻഡിനെ ദൈവാത്മാവ് തൊടണം. ആമീൻ. ദൈവം തൊടണം. അപ്പോഴും എനിക്കറിയത്തില്ല ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായി പ്രവർത്തിക്കുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് പറയാൻ പേടിയാണ്. ഞാൻ ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമുണ്ടാവും, എന്നെ വെട്ടിക്കൊല്ലും. സ്തോത്രം. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലാണ്. ഞാൻ അടുത്ത പ്രാർത്ഥന ദൈവത്തോട് വെച്ചു, കർത്താവായ യേശുവേ, അങ്ങ് ദൈവമാണ്. ഞാൻ അറിഞ്ഞ സത്യത്തെ എൻ്റെ ഹസ്ബൻഡോട് അറിയണം. എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ദൈവം പ്രവർത്തിക്കണം. അപ്പോഴും എനിക്ക് അറിയത്തില്ല ദൈവം ഇത്ര വലിയ അത്ഭുതം ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ രാത്രി 12 മണി മുതൽ, ഞാൻ മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിൽ നിന്ന് എന്നെ വിളിക്കും, നിസ്കരിക്കുവാൻ വേണ്ടി എന്നെ വിളിക്കും. ഈ യേശുവിനെ അറിഞ്ഞ് യേശു എനിക്ക് സൗഖ്യം തന്ന രാത്രികളിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവിനോട് പ്രാർത്ഥന നിർത്തിയിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത വിഷയം വെച്ചത് ദൈവസന്നിധി, കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരാൻ പറ്റത്തില്ല, ഞാൻ അറിഞ്ഞ സത്യം എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ ദൈവം തൊടണമേ. അങ്ങനെ രാത്രി 12 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര വെപ്രാളമാണ്, പേടിയാണ്. അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, ബൈബിൾ വായിച്ചെന്ന് അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, ബൈബിളുമായിട്ട് കൊണ്ട് നടന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ചേച്ചിയോട് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം, എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് ഈ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിരിക്കുക, പക്ഷേ പേടിയുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് വന്നു. വൈകിട്ട് ഞാൻ പതിവ് പോലെ ബൈബിള് ഞാൻ വായിക്കാനായിട്ട് മുറിയിൽ കയറി കതക് ചാരി. കർത്താവ് അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡ് വന്നു കതക് തുറന്നു നോക്കി. കതക് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുവാണ്, സിംഹത്തിൻ്റെ വായ അടച്ചതുപോലെ. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വായ ദൈവം അടച്ചു. ഹല്ലേലൂയ. അത് എൻ്റെ ജീവിതത്തിൽ വല്ലാതൊരു അത്ഭുതമായി. പിന്നെ ഞാൻ വളരെ പ്രയാസത്തോടെ പിന്നെയും നമ്മൾ മദ്യപാനമാണ്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, സമാധാനമില്ല. പക്ഷെ ദൈവം ഓരോ വഴിയിൽ കൂടെ ഞങ്ങളെ ദൈവം കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ചേച്ചി വന്ന് പറഞ്ഞു, മോനെ നമുക്കൊരു പ്രയറിന് പോകണം, മോൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രയറിന് ഈ ചേച്ചി ആയിട്ടും ഒന്നും എതിര് പറയാൻ കഴിയാത്തത് കൊണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടായതുകൊണ്ടും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ ഏറ്റവും മുന്നിൽ പോയിരിക്കുക. ദൈവമേ, അപ്പോഴും എനിക്കറിയത്തില്ല ദൈവം പ്രവർത്തിക്കുമെന്ന്. ഞാൻ വലുതായി കരഞ്ഞു പ്രാർത്ഥിക്കുക. എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ ഹാർവസ്റ്റ്, പവർ വിഷന്, അഭിഷിക്തന്മാരെ, ദൈവമക്കളെ എല്ലാം വിളിച്ചങ്ങ് പ്രാർത്ഥിക്കും. ഞാൻ മുസ്ലിമിൽ നിന്ന് യേശുവിനെ അറിഞ്ഞതാണ്, എനിക്ക് യേശു ഈ സൗഖ്യം തന്നു, നിങ്ങളെല്ലാവരും എൻ്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഈ യേശുവിനെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ എല്ലാവരെയും വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ ഞാൻ പറയും. സ്തോത്രം. അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിൻ്റെയൊക്കെ ഫലമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
ഞങ്ങളെ ഈ ടി വിയിൽ കൂടെ എനിക്ക് വിടുതൽ ലഭിച്ച അഭിഷിക്തൻ്റെ സഭയിൽ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അനേകർ അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേരെ കാണുവാനിടയായി. ഞാൻ ഏറ്റവും മുന്നിൽ പോയിരിക്കുകയാണ് ഈ സഹോദരിയുമായി. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും പുറയിലിരിക്കുകയാണ്. അഭിഷിക്തന് അനേക മെസ്സേജുകൾ അവിടെ നടന്ന് പകുതി സമയം ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയായപ്പോൾ ഈ അഭിഷിക്തൻ പറഞ്ഞു, ആ കണ്ണാടി വെച്ച മോനെ എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്തോത്രം. അനേകരവിടെ കണ്ണാടി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ ഹസ്ബൻഡിനെ തൊടണമേ, എൻ്റെ ഹസ്ബൻഡിനെ തൊടണമേ, എൻ്റെ ഹസ്ബൻഡിനെ തൊടണമേ, എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരാൻ കഴിയത്തില്ല എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ആ അഭിഷിക്തൻ ആ കണ്ണാടി വെച്ച മോൻ എഴുന്നേൽക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കി, വേറെ ആരെയോ. ആ തിരിഞ്ഞു നോക്കിയ മോനെ ആ മോൻ ഇങ്ങ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങൾ ആ സഭയിൽ പോവുക. ദൈവം അന്ന് എൻ്റെ ഹസ്ബൻഡിനെ തൊട്ടു. സ്തോത്രം. അങ്ങനെ ഹസ്ബൻഡിനെ തൊട്ട് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകുന്നൊരു അസുഖമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇപ്പോൾ ദൈവം നിനക്കൊരു വിടുതൽ തരുക. എൻ്റെ ഹസ്ബൻഡ് തറയിൽ വീണു. ദൈവം അവിടെ തൊട്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇനി ഗൾഫിൽ പോയിട്ട് എനിക്ക് അസുഖമില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാം. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഭിഷിക്തന്മാരും കുടുംബവും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പോയ സഭയിൽ, അതായത് ഞങ്ങൾ സീതത്തോട്ടിൽ നിന്ന് ഈ തിരുവല്ലയിലാണ് പ്രയറിന് വരുന്നത്. ആമീൻ സ്തോത്രം. ഈ പെരുവല്ലയ്ക്ക് പ്രയറിന് വരണമെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് 6 മണിയാകുമ്പോൾ സൺഡേ ഞായറാഴ്ച ആരാധനയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാത്രി, നിങ്ങൾക്കറിയാം ആ മണിയാറ് ഒക്കെ കാടാണ്. ആമീൻ ആ കാട്ടിൽ കൂടെ വരണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ആരും അറിയാതെ വെളുപ്പിനെ 4 മണിക്ക് ഒറ്റയ്ക്ക് 6 മണിയിലെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വീണ്ടും ദുബൈയിലേക്ക് കടന്നുപോയി. പക്ഷേ ഒത്തിരി അങ്ങനെ ഒരു 5-6 മാസത്തോളം ആമീൻ വെളുപ്പിനെ 4 മണിക്ക് ആ കാട്ടിൽ കൂടെ യാത്ര ചെയ്ത് 6 മണിക്ക് തിരുവല്ലയിൽ പ്രയറിന് വന്നിട്ടുണ്ട്. അന്നൊക്കെ ദൈവത്തോട്, കർത്താവ് എനിക്ക് ഈ പ്രാർത്ഥന, എനിക്ക് കർത്താവിനെ അറിഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സഭയോട് ചേരണം, എനിക്ക് ആരാധനയ്ക്ക് വരണം. ഈ ഒറ്റ ചിന്തയുള്ളൂ. അപ്പോൾ ഞാൻ അപ്പനെ മറന്നു, അമ്മയെ മറന്നു, സഹോദരങ്ങളെ മറന്നു, കൂടപ്പറപ്പുകളെ മറന്നു, ബന്ധുമിത്രാദികളെ മറന്നു, ദേശത്തെ മറന്നു, എൻ്റെ മതം മറന്നു. എനിക്ക് യേശുവിനെ ആരാധിക്കണം, എനിക്ക് യേശുവിനെ വിളിക്കണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. അടുത്തതായി ദൈവസന്നിധി വലിയവായി നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്കറിയത്തില്ല ദൈവമക്കളെ, ദൈവം പ്രവർത്തിക്കുമെന്ന്. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിന് അത്രയൊന്നും അപ്പം വിശ്വാസം, അങ്ങനെ നിങ്ങൾക്കറിയാം, സൗഖ്യം തന്നങ്ങ് പോയതേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓദ്രയിലുള്ള ഒരു അഭിഷിക്തനെ, ഞാൻ പോകുന്ന സഭയിൽ നിന്ന് ഒരു പാസ്റ്റർ ഒരു അഭിഷിക്തൻ്റെ നമ്പർ എനിക്ക് തന്നു. സ്തോത്രം. ആ പാസ്റ്ററിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലാണ്, റാസൽ കൈമയിലുണ്ട് പാസ്റ്ററെ. മീൻ ഇതുപോലെ വിശ്വാസത്തിൽ ഇച്ചിരിയൊക്കെ വന്നിട്ടുണ്ട്. പാസ്റ്റർ പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വരുമോ? ആ പാസ്റ്റർ പേര് സജി പാസ്റ്റർ എന്നാണ്. ദുബൈയിൽ ബദേൽ IPCയുമായി നിൽക്കുന്ന ഒരു അഭിഷിക്തനാണ്. അപ്പോൾ ആ അഭിഷിക്തനെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിലൂടെ ദൈവത്തെ അറിയണം. അങ്ങനെ ഞാൻ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പോയി ആമീൻ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ അഭിഷിക്തൻ, അതാണ് എൻ്റെ ഹസ്ബൻഡിനെ ആമീൻ ഒരു ദൈവം ഒരുക്കിയതാണ്. എങ്കിൽ പോലും ആ ദൈവദാസൻ ഒരു സമയം ക്രമീകരിച്ച്, അതിനുള്ള സമയം ക്രമീകരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കടന്നുപോയി. ആമീൻ ആ സഭ ആമീൻ ഒത്തിരി കൈത്താങ്ങ് കൊടുത്ത്, ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച്, സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം മോനെ പോലെ, സ്വന്തം കൂടപ്പറപ്പിനെ പോലെ അവിടുള്ള ആമീൻ സഭയും അഭിഷിക്തനും ദൈവവും അതിനായി പ്രവർത്തിച്ച് അത് ഒരു വലിയ ശുശ്രൂഷയിലേക്കും ഒരാത്മീക തലത്തിലേക്കും ഉപവാസത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഒക്കെ ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ലെവലിൽ ദൈവാത്മാവ് അവിടെ വളർത്തിയെടുത്തു. സ്തോത്രം. അങ്ങനെ അവിടെ ദൈവം വലിയ വിടുതൽ കൊടുത്തു, വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ആമീൻ. എല്ലാ രീതിയിലും ദൈവാത്മാവ് ആ രീതിയിൽ എൻ്റെ ഹസ്ബൻഡിനെ അവിടെ വളർത്തിക്കൊണ്ടു വന്നു.
ഇവിടെ ഞാൻ ദൈവത്തോട് അടുത്ത് പ്രാപിച്ചത്, കർത്താവെ പ്രാർത്ഥിച്ചത്, എനിക്ക് ഒറ്റയ്ക്ക് ഈ ദേശത്തുനിന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ഞാൻ ആ സമയത്ത് മർത്തോമക്കാരോടും ഓർത്തഡോക്സുകാരോടും കനാനക്കാരോടും ഒക്കെ യേശുവിനെക്കുറിച്ച് ആ ശമരിയ സ്ത്രീ പറഞ്ഞതുപോലെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പള്ളിയിൽ നിന്ന് ഇവള് മൊത്തം പേരെയും മുസ്ലിം മതത്തിൽ നിന്ന് മറ്റുള്ള മതത്തിലേക്ക്, സത്യമായിട്ട് ഞാൻ മതം മാറ്റിയെന്ന് അല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് സമാധാനം തന്നു, എനിക്ക് നിത്യജീവൻ തന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള വെളിപ്പാട് ദൈവം തന്നു. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ വികാരത്തിനും എൻ്റെ വിചാരത്തിനും ഞാൻ തോന്നിയതുപോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ എനിക്ക് പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അറിഞ്ഞ സത്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പോയ സ്വർഗത്തിൽ പോകത്തില്ല ദൈവമക്കളെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർക്ക് എന്തൊക്കെയോ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒറ്റ ആൾക്കാരെയും കൊണ്ട് തിരുവല്ലയിൽ പ്രേയറിന് ഒരു ന്യൂ ഇയറിന് കൊണ്ടുവന്നു. ഇങ്ങനെ പള്ളിയിൽ വിഷയമായി, പ്രതിസന്ധിയായി. പള്ളിക്കാർ വിളിച്ചു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവിനെ വിളിച്ചു, മതം മാറിയെന്ന് പറഞ്ഞു. പള്ളി വിലക്കി, പ്രതികൂലമായി, നിൽക്കാൻ പറ്റാത്ത പ്രതികൂലം വന്നപ്പോൾ സീതത്തോട്ടിൽ നിന്ന് തിരുവല്ലയിലേക്ക് മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് ദൈവം എൻ്റെ ഹസ്ബൻഡിനെ അവിടെ വളർത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധി ആത്മാവിൽ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അവിടെ അനേകരോട് ഞാൻ ഇവിടെ സുവിശേഷം പറഞ്ഞത് പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല, സുവിശേഷം പറയും. അങ്ങനെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി, വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ദൈവം അവിടെ നിന്നെല്ലാം ഞങ്ങളെ വിടിവിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജിൽ, മുളക്കര ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം ഞങ്ങളെ 3 വർഷം GTH പഠിക്കുവാനും 2 വർഷം BTH പഠിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇന്ന് കുടുംബമായി ഞങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നത് പരസ്യങ്ങളാണ്. പരസ്യങ്ങൾ പോകുന്നുണ്ട്, പൊതു ശുശ്രൂഷയിലായിരിക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ തന്നെ ഒറീസയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ അനേകം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ അഫ്സൽ +1 പഠിക്കുന്നു, ഇളയ മോൻ ആദിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങളവരെയും എൻ്റെ ഹസ്ബൻഡ് പേര് അനീഷ് ഖനീഫ. ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.